കടുക് ആദ്യം ഇടുന്നു, പിന്നെ ഉള്ളി ഇടുന്നു, പച്ചമുളക് ഇടുന്നു, ഇഞ്ചി ഇടുന്നു, പിന്നെ എല്ലാ കൂട്ടങ്ങളും ചേർക്കുന്നു. അവനെ ഒന്ന് വറക്കുന്നു, അവനകത്തോട്ട് ബീഫ് ചേർക്കുന്നു, ഗ്രേവി ഒഴിക്കുന്നു, പുറകെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു, ആടിച്ച് പൊളിച്ച് ഇളക്കി ഇങ്ങോട്ട് എടുക്കുന്നു. എന്നിട്ട് കഴിച്ചു നോക്കുക. അവനാണ് സാധനം. തീ കത്തിച്ചു, കടുക് വറുത്തു, അല്ലേ അച്ഛാ? അതെ അതെ അതെ. ഇട്ടിട്ടേ പൊട്ടും. അതപ്പോൾ ബാക്കിയെല്ലാം പടക്കം പൊട്ടിക്കുമ്പോൾ ആയ കൊണ്ടും പൊട്ടിച്ചിട്ടില്ല, ഓലപ്പടക്കവും പൊട്ടിച്ചിട്ടില്ല. ഗുണ്ട് ഇല്ല. നാളുകളായി മലയാളിയുടെ നാവിൽ രുചിയുടെ കപ്പലോടിച്ച ചാച്ചൻ ഒരു പുതിയ വിഭവമായി ഇന്ന് സംസാരം ടിവിയിലൂടെ നമ്മുടെ മുന്നിലെത്തുകയാണ്. ചാച്ച, ഇന്നത്തെ എന്താ പ്രത്യേക വിഭവം? ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കുരുമുളക് അരച്ച ബീഫ് ഫ്രൈ. പച്ചക്കുരുമുളക് ബീഫ് ഫ്രൈ അതെ ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു. അടിപൊളി സാധനമാണല്ലേ? നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങിയേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കത്തിക്കാൻ തുടങ്ങുകയാണ്. തീ കത്തിക്കാൻ തുടങ്ങുകയാണ്. സ്റ്റൗ കത്തിക്കുന്നു, എണ്ണ ഒഴിക്കുന്നു. ചാച്ച, ഇതിന്റെ കൂട്ടുകൾ എന്തൊക്കെയാ ചാ? പ്രധാനമായിട്ടും കൂട്ടുകൾ വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, പച്ചക്കുരുമുളക്, ഉണക്കക്കുരുമുളക്, തേങ്ങാപ്പാല്, ഇഞ്ചി, കരിവേപ്പില. അവിടെ കൊണ്ട് തീർന്നാണല്ലോ. നമ്മുടെ ബീഫ് വേവിച്ച ബീഫ് ആദ്യം ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് വറുത്തിട്ട് അതിനകത്തോട്ട് ബീഫ് ചേർക്കുന്നു. പിന്നെ അതിന് ഗ്രേവി എല്ലാം ചേർത്ത് ഇളക്കി റെഡി. നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച് വെച്ചേക്കുവാണ്. നേരത്തെ ബീഫ് വേവിച്ചു ഒരുപാട് സമയം അതിനു വേണ്ടി ചിലവാകും. ഇതാണ് വേവിച്ച ബീഫ്. അപ്പം വേവിച്ച ബീഫിന്റെ വെള്ളവും ഇവിടെ ഇരിപ്പുണ്ട്. അതെ അല്ലേ? ഇനിയിപ്പോ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ആദ്യം ഇടുന്നു, പിന്നെ ഉള്ളി ഇടുന്നു, പച്ചമുളക് ഇടുന്നു, ഇഞ്ചി ഇടുന്നു, പിന്നെ എല്ലാ കൂട്ടങ്ങളും ചേർക്കുന്നു. അവനെ ഒന്ന് വറക്കുന്നു, അവനകത്തോട്ട് ബീഫ് ചേർക്കുന്നു, ഗ്രേവി ഒഴിക്കുന്നു, പുറകെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു, ആടിച്ച് പൊളിച്ച് ഇളക്കി ഇങ്ങോട്ട് എടുക്കുന്നു. എന്നിട്ട് കഴിച്ചു നോക്കുക. അവനാണ് സാധനം. ചാച്ചാ, പണ്ട് ഈ നമ്മൾ ഈ മറ്റേ മണ്ണെടുപ്പിലൊക്കെ അല്ലേ ഇത് പാചകം ചെയ്യുന്നത്? പണ്ട് മണ്ണെടുപ്പിലൊക്കെ പണ്ട് മറ്റേ പുല്ലുമേഞ്ഞ വീടും അപ്പം അന്ന് ഈ മറ്റേ ഈ എന്തൊക്കെ വിറകുകളൊക്കെയാണ് ഉപയോഗിച്ചോണ്ടിരുന്നത്? അങ്ങനെ അന്ന് കിട്ടുന്ന വിറകെല്ലാം ഉപയോഗിക്കും. അന്ന് റബ്ബറൊന്നും ഇല്ലാത്ത കാലം, റബ്ബറൊന്നും വന്നിട്ടില്ലല്ലോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കൂടുതലും എന്റെയൊക്കെ നാട്ടിൽ പാടമായതുകൊണ്ട് ഇല്ലുമുള്ളൊക്കെയാണ് കത്തിച്ചോണ്ടിരുന്നത്. അതെ അതെ. പിന്നെ കരിയില വെച്ച് കത്തിക്കാൻ പറ്റിയ പറ്റും പോലെ ഒരുപാട് കത്തിച്ചിട്ടുള്ള. ചേച്ചാ, പണ്ടത്തെ കല്യാണ വീട്ടിലേക്ക് ഒരു പ്രധാന വിഭവമായിരുന്നില്ലേ ബീഫ് ചാപ്സ്? അതെ, ബീഫ് ചാപ്സ്, പിന്നെ ബീഫ് വറുത്തത്, പിന്നെ ഒരു പെരളൻ, ഒരു മപ്പാസ്. ചിക്കൻ ഐറ്റംസ് ഉണ്ടായിരുന്നു. ചിക്കൻ ഉണ്ടായിരുന്നു. നാടൻ ചിക്കനായിരുന്നു. എന്താ ബ്രോയിലർ ടൈപ്പ്? നാടൻ ചിക്കനായിരുന്നു. പിന്നെ പന്നിയിറച്ചി ഉണ്ട്. മട്ടൺ ഉണ്ടായിരുന്നു. മട്ടൺ അപൂർവം കല്യാണത്തിനൊക്കെ ഉള്ളൂ. അതെ അല്ലേ? വലിയ പൈസക്കാരുടെ കല്യാണത്തിനൊക്കെ. സാധാരണക്കാരുടെ കല്യാണത്തിന് മട്ടണൊന്നും ഇല്ല. സാധാരണ കല്യാണത്തിന് ബീഫ്, പന്നി, ചിക്കൻ, ഈ മൂന്ന് ഐറ്റം. ബീഫ് മൂന്ന് കാണും. ചാച്ചന് ഇതുപോലെ എത്ര കല്യാണം കൂടി കാണും ഈ ഒരു പ്രായത്തിൽ? ഓർമ്മയിൽ എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഒരു 100 കല്യാണമെങ്കിലും കൂടി കാണാമായിരിക്കും. 100 കൂടിയിട്ടുള്ളോ? അതിനകത്ത് എനിക്കിപ്പോൾ അത് ഓർമ്മയൊന്നുമില്ല. പിന്നെ എങ്ങനെ അങ്ങനെ ഓർക്കാത്ത കാര്യങ്ങൾ എങ്ങനെ ഞാൻ പറയും? എന്നാലും സുമാർ 100 കല്യാണമെങ്കിലും കൂടിയിട്ടുണ്ട്. 100 കല്യാണമെങ്കിലും കൂടിയിട്ടുണ്ട്. എണ്ണ തിളച്ചല്ലേ ചാച്ചാ? ഇല്ല മോനെ, ഇല്ല. നല്ലോണം തിളച്ചിട്ട് ഈ കടുക് അതിനകത്ത് പൊട്ടൂല, അവിടെ കിടന്ന് കലയ്ക്കും. നല്ലോണം തിളച്ച കടുക് അങ്ങോട്ട് വിട്ടിട്ടേ പൊട്ടും. അതപ്പോൾ ബാക്കിയെല്ലാം പടക്കം പൊട്ടിക്കുമ്പോൾ പടക്കം പൊട്ടിച്ചിട്ടുണ്ടോ ക്രിസ്മസിന്? ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാറായി. കലാപരിപാടികളൊന്നും എനിക്ക് ശോഭിക്കുന്നില്ല, ഞാൻ ചെയ്യില്ല. അല്ല, പടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണും പൊട്ടിക്കുന്നത്. പൊട്ടിച്ചിട്ടേ ഇല്ല. ഓലപ്പടക്കം വായ കൊണ്ടും പൊട്ടിച്ചിട്ടില്ല, ഓലപ്പടക്കവും പൊട്ടിച്ചിട്ടില്ല. ഗുണ്ട് ഇല്ല. തോട്ടയിട്ട് മീൻ പിടിക്കാനൊക്കെ പോകും. അപ്പൊ ആരെങ്കിലും തോട്ട കത്തിച്ച് ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ വെള്ളത്തിലിറങ്ങൂല. അപ്പൊ കൂട്ടുകാരൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ. അപ്പൊ അവരാരെങ്കിലും തോട്ട കത്തിച്ചിട്ട് ഞാൻ പിന്നെ വെള്ളത്തിൽ ചാടുന്നതിന് പണിയൊന്നുമില്ല. അങ്ങനെ ഒത്തിരി മീനൊക്കെ ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്.
ശ്രീകണ്ഠാപുരം വരെ മീൻ പിടിക്കാൻ പോകുമായിരുന്നു. ആണോ? അവിടുന്ന് പിടിച്ചോണ്ട് വരും. അവിടെ പിടിച്ചോണ്ട് വരും. എത്ര കിലോ കിട്ടും ചാച്ച? അങ്ങനത്തെ കണക്കൊന്നും ചിലപ്പോൾ 10-40 കിലോ ഒക്കെ കിട്ടും. എന്റെ അമ്മേ, ചിലപ്പോൾ 2-3 കിലോ ഒക്കെ മാത്രം കിട്ടും. അന്നൊക്കെ ഇഷ്ടം പോലെ മീനുള്ള കാലം. അപ്പൊ പുഴയിൽ തോട്ടയിട്ട കൂടുതലും കൂരൽ എന്ന് പറയുന്ന മീനുണ്ട്. കൂരൽ അതാണ് കൂടുതലും കിട്ടുന്നത്. അത് എല്ലാവർക്കും ഇഷ്ടമുള്ള മീനാണ്. അപ്പൊ അതുകൊണ്ട് അത് കൂടുതൽ കിട്ടും. അതിന് ശ്രീകണ്ഠാപുരത്തൊക്കെ പോകുന്നത് കൊണ്ടുവരുമ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും മീനൊക്കെ പിടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക്. പിള്ളേർ വരുവായിരുന്നു അച്ഛനോട് മീൻ പിടിക്കാനൊക്കെ? അല്ല, പിള്ളേരൊക്കെ ആവുന്നതിന് മുമ്പാ. ബാച്ചലർ ലൈഫിലാണ്. പിള്ളേരായ പിന്നെ മീൻ പിടിക്കാൻ പോക്കൊന്നുമില്ല. പിള്ളേരെ പിടിക്കാൻ പോക്കേ ഉള്ളൂ അല്ലേ? പിന്നെ അന്നേരം പിന്നെ പാരാതിന്റെ ആയില്ല മോനെ. പിന്നെ മീൻ പിടിക്കാനൊന്നും നേരം കിട്ടില്ല. കടുക് കിട്ടും അല്ലേ? കടുക് കിട്ടും. എന്നാ ഇട്ടേ? ഇട്ട കടുക്. ഇനി അടുത്ത് കരിവേപ്പില. കറിവേപ്പില ഇടാൻ വേണ്ടി പോകണല്ലേ? തീ കത്തിച്ചു, കടുക് വറുത്തു അല്ലേ അച്ഛാ? അതെ അതെ അതെ. തെറിക്കോ അച്ഛാ? ഉള്ളി തെറിക്കൊന്നുമില്ല, തെറിക്കാം. അടുത്ത എന്നാ അച്ഛാ ഐറ്റം? ഉള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, ഇഞ്ചി, പച്ചമുളക്. ഇഞ്ചി നന്നായിട്ട് ചെറിയ രീതിയിൽ അരിയണം അല്ലേ അച്ഛാ? ഇത് പച്ചമുളകും വെളുത്തുള്ളി ഇല്ലേ? അതെ അതെ. ഇനിയിപ്പോ എന്നാ ചേർത്ത്? പച്ചക്കുരുമുളകാ? പച്ചക്കുരുമുളക്. പച്ചക്കുരുമുളക് ഇടണം അല്ലേ? ഇത് ഇടുവാണ്. ഇങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ പോരാ, എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അതെ, എന്നാലേ അതിന്റെ രുചി മനസ്സിലാവുള്ളൂ. ചാച്ചാ, പിന്നെ പണ്ടത്തെ ഈ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ ചാച്ചന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ? ഈ ഉപ്പും എണ്ണ വിളമ്പുന്ന ഒരു പരിപാടിയൊക്കെ ഇല്ലേ? ഉണ്ട് ഉണ്ട്. അതെങ്ങനെയാ? അത് ആദ്യം ഇല വിളമ്പുന്നു, ഇല കൊടുത്തു കഴിഞ്ഞ് ഉപ്പ് വിളമ്പുന്നു, പിന്നെ കുറേ എണ്ണ കൊണ്ടിരുന്നു, എണ്ണ കൊണ്ടിരുന്നു, ചോറ് ആദ്യം കൊണ്ടുവന്നിട്ടു, എണ്ണ കൊണ്ടുവന്നു, അങ്ങനെയാണ്. അപ്പോൾ എണ്ണയും വിളമ്പി, പിന്നെ കറികളെല്ലാം വിളമ്പി, പിന്നെ വിരുന്നുകാർ വന്നതിന്റെ മൂപ്പനോട് ചോദിക്കും, ചോറ് ഉണ്ടോട്ടേന്ന് ചോദിക്കും. അങ്ങനെയുണ്ടല്ലേ? പിന്നെ ഉണ്ടോളാം അങ്ങനെ പറഞ്ഞാലേ ഉണ്ടെന്നുള്ളൂ, അല്ലെങ്കിലോ അല്ലുണ്ടില്ല, ഉണ്ണാൻ പറയുന്നത്. അപ്പോൾ മൂപ്പനെ കരിമ്പടയൊക്കെ വിരിച്ചിരുന്നു. അവസരം കണ്ടോ? അത് കരിമ്പടയൊക്കെ വിരിച്ചിരുത്തും. മൂപ്പനെ ഇങ്ങനെ കരിമ്പടമൊക്കെ വിരിച്ചിരുത്തും. മൂപ്പൻ എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആള്. എത്ര വയസ്സോ? മറ്റേ ആ കൂടുതലുള്ള പ്രായം കൂടിയത്. പുള്ളി അങ്ങനെ എങ്ങനെയിരിക്കുന്ന കരിമ്പടമൊക്കെ വിരിച്ച്? കരിമ്പടം ഇരിക്കുന്നവർക്ക് സീറ്റിൽ വിരിക്കും. അയാളതിലിരുത്തും. എന്നിട്ട് ഇയാളിരുത്തി ആദ്യം മധുരം വെക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ മധുരം വെച്ചോന്ന് പറയും. അപ്പോൾ മധുരം വയ്ക്കും. മധുരം വയ്ക്കെല്ലാം കഴിയുമ്പോൾ ചോറ് വിളമ്പിട്ടേന്ന് ചോദിക്കും. വിളമ്പിക്കോളം അങ്ങനെ കൽപ്പിക്കും. ഉടനെ ചോറ് വിളമ്പും. അങ്ങനെ കറികളെല്ലാം വിളമ്പി കഴിയുമ്പോൾ ചോദിക്കും, ചോറ് ഉണ്ണാൻ തുടങ്ങാട്ടെ എന്ന്. തുടങ്ങിക്കോളാം പുള്ളി പറയും. അന്നേരമാണ് ചോറ് ഊണ്. അയാൾ മറ്റേ വിളമ്പെട്ടെന്ന് പറഞ്ഞാൽ തീർന്നു. വിളമ്പിലേക്ക് പറയാൻ പറ്റില്ല, അയാൾക്ക് വിളമ്പുണ്ടെന്ന് പറയാൻ പറ്റില്ല. ചാച്ചാ, ഈ മറ്റേ എണ്ണയും ഉപ്പ് എന്തിനാ വിളമ്പുന്നത്? അത് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന കാര്യം. അത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതിപ്പം പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടല്ല. അത് പാരമ്പര്യമായിട്ട് അങ്ങനെ പണ്ട് കാലം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴേ അതൊന്നും ഇല്ലാത്തത്. ഇപ്പൊ മൂപ്പനും ഇല്ല. അന്നൊക്കെ മൂപ്പന്മാരുണ്ട്. അത് തലേദിവസം പരിപാടിയൊക്കെ ഉണ്ടോ ചാച്ചാ? തലേദിവസം പരിപാടി. തലേദിവസമല്ല, വ്യാഴാഴ്ച മുതൽ പരിപാടിയാണ്. ഞായറാഴ്ച കല്യാണമാണല്ലേ? അല്ല, തിങ്കളാഴ്ച കല്യാണത്തിന്. വ്യാഴാഴ്ചയാണ് പന്തലിടല്. അപ്പൊ അതിന് അയൽവക്കാരൊക്കെ വരും, സ്വന്തക്കാർ വരും, എല്ലാവരും കൂടി പന്തലിട്ടു. പിന്നെ അന്ന് പോലെ അവിടെ സദ്യയാണ് കല്യാണ വീട്ടിൽ. അത് തിങ്കളാഴ്ച ഉച്ച കഴിയുമ്പോൾ പിരിഞ്ഞു പോകും. തിങ്കളാഴ്ച ഉച്ച കഴിയുമ്പോൾ പിരിയും. അപ്പൊ അത്രയും ദിവസം ആൾക്കാരോടെ ഉണ്ടാവും. അതെ അതെ. അന്ന് വാടക സാധനങ്ങളൊന്നുമില്ല. ഓരോ വീടുകളിൽ അയൽവക്കാരുടെ പോയി എടുക്കുകയാണ്. അതെല്ലാം എല്ലാവരും കൂടി കൊടുത്തു, കൊടുക്കേണ്ടടുത്തെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവര് പിന്നെ കുടിയും ചെയ്യുന്നെല്ലാം കഴിഞ്ഞാൽ അവർ പോകും. ഓല വെച്ചല്ല പന്തലൊക്കെ ഇടുന്നത്? അതെ, ഓല പരമ്പ്. ഞങ്ങളുടെ നാട്ടിൽ പരമ്പാണ്. ഞങ്ങളുടെ നാട്ടിൽ പരമ്പുണ്ടാക്കുന്ന സ്ഥലമായതുകൊണ്ട് ഞങ്ങൾക്ക് പരമ്പ് എളുപ്പമാണ്. അപ്പോൾ പരമ്പ് എനിക്ക് ആ കല്യാണം, എൻ്റെ വീട്ടിലെ കല്യാണം വെക്കണമെങ്കിൽ പരമ്പ് തികഞ്ഞില്ലെങ്കിൽ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും, പരമ്പെടുക്കും. മക്കക്കുരുമുളക് പൊടിച്ചിടുന്നു. ജീവിതത്തിൽ വിഷമങ്ങളും വേദനകളും എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അത് വാരിക്കെട്ടി വെക്കാതെ സന്തോഷമായിട്ട് കൊണ്ട് നടക്കുവാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒത്തിരി സന്തോഷം കിട്ടും. ഇനി വാരിക്കെട്ടി വെച്ചത് മുഴുവൻ വേദനയായിട്ട് കണക്കൂട്ടിയ വേദന തന്നെയാണ് താനും. അപ്പോൾ അങ്ങനെ ഒരു വേദന മനുഷ്യനില്ല, അത് മനുഷ്യനുണ്ടാക്കുന്നതാണ്. കാരണം നമുക്ക് വരുന്നതല്ല, എന്നാണെങ്കിൽ നമ്മൾ കരഞ്ഞാലും ചിരിച്ചാലും വന്നിരിക്കും. അപ്പോൾ ആ വരുന്ന സംഭവം സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് തമ്പുരാനും ഇഷ്ടം, നമുക്കും ഇഷ്ടം, നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാരം ഇല്ലാതാനും. അതൊരു പോസിറ്റീവ് എനർജിയാണ്. അതെ അതെ. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്, എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. എന്ത് വേദന ഉണ്ടായാലും ഞാനത് വേദനയായിട്ട് കണക്കൂട്ടില്ല. ബി പി ഇറക്കാൻ പോവാണ്. ബി പി ഇറക്കാൻ പോവാണ്. നേരത്തെ വേവിച്ച് വെച്ച ബീഫ്, നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ചേർക്കുന്നു.
ചാച്ചൻ പിന്നെ പറഞ്ഞില്ലേ മറ്റേ ചാച്ചന്റെ ജീവിതത്തെ സംബന്ധിച്ച് എല്ലാം തന്നെ തമാശയായിട്ട് ചാച്ചൻ കാണുന്നതെന്ന്. അതെന്നാ സംഭവം? അതെന്നാ സംഭവം ഞാൻ ചെറുപ്പകാലം പോലെ അങ്ങനെ എനിക്ക് ഒരുപാട് വേദനകളൊക്കെ ഉള്ള മനുഷ്യനെ ഞാൻ. എനിക്കിതൊന്നും ഒരു വേദനയായിട്ട് തോന്നുന്നേ ഇല്ല. കാരണം ഞാൻ രാവിലെയും വൈകിട്ടും എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ കിടക്കുള്ളൂ. കേൾക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മോനെ എൻ്റെ ജീവിതത്തിലുണ്ടായ എന്ത് വേദന ഉണ്ടായാലും എനിക്കതൊരു വിഷയമല്ല. ഞാനങ്ങനെ കണക്കിലെടുക്കുകയില്ല. തമാശയായിട്ട് കണക്കൂട്ടും. എന്താണെങ്കിലും തമാശയായിട്ട് കണക്കൂട്ടും. ചാച്ചന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു തമാശ ഏതാ ജീവിതത്തിൽ സംഭവിച്ചേ? അങ്ങനെ പ്രത്യേക ഒരു തമാശയൊക്കെ ഇല്ല. തമാശ എന്ന് പറയുമ്പോൾ എല്ലാം തമാശയല്ലേ. പിന്നെ പ്രത്യേക ഒരു ഇഷ്ടം അങ്ങനെ ഒന്നും ഇല്ല. എനിക്കില്ല. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നെ സംബന്ധിച്ചില്ല. എനിക്കെല്ലാം തമാശയാണ്. അമ്മച്ചി പോയത് മാത്രമേ ഉള്ളൂ. അമ്മച്ചി പോയത് മാത്രമേ എനിക്ക് വേദനയായിട്ട് എൻ്റെ ജീവിതത്തിലുള്ള വേദന അത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു വേദന എനിക്കില്ല. 87 വയസ്സായി. മക്കളും മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവരാണ്. എന്നെ സംബന്ധിച്ച് ആരും ഒരു പരാതിയോ എനിക്കൊരു വിഷമം പറ്റുന്ന ഒരു വാക്കോ ആരും പറഞ്ഞ് കേൾക്കാൻ എനിക്കിട വന്നിട്ടില്ല. അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അമ്മച്ചിയും കൂടി ചാച്ചൻ നാടകത്തിനൊക്കെ പോകുമായിരുന്നോ? പണ്ട് സിനിമയ്ക്ക് പോകുമായിരുന്നു. നാടകത്തിൻ്റെ കാലം കഴിഞ്ഞ പിന്നെ സിനിമയ്ക്കൊക്കെ പോകും. എങ്ങനെയാ പോകുന്നത് നിങ്ങൾ? അന്ന് ഞങ്ങൾ പോകുന്ന കാളവണ്ടിക്കാണ്. നമുക്ക് കാളവണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കാളവണ്ടിക്ക് ലോഡ് കൊണ്ടുവരേണ്ടതുണ്ടാവും. അപ്പോൾ അതിന് പോകുമ്പോൾ അമ്മച്ചീനെ കൂട്ടും. ചിലപ്പോൾ പിള്ളേർ പ്രായമായപ്പോൾ അവരെയും കൂട്ടും. അങ്ങനെയൊക്കെ പോകുമായിരുന്നു. ഇല്ല, അങ്ങനത്തെ വിഷയമില്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ ജീവിതം തമാശ തന്നെയാണ്. എല്ലാം തമാശ. എല്ലാ നടന്മാരും ഇഷ്ടമാണ്. ആരെയും പ്രത്യേകം. ഒരു ശകലം ഉപ്പിൻ്റെ കുറവുണ്ട്. ആ ഉപ്പ് ഇടുവാണ് ഇപ്പം. ആ കുരുമുളകിൻ്റെ പാത്രം കിട്ടും. ഒരു ശകലം കുരുമുളക് കൂടി വേണം. പച്ചക്കുരുമുളക്. ഉണക്കക്കുരുമുളക് അല്ലേ? ഉണക്കക്കുരുമുളക്. തേങ്ങാപ്പാലും കിട്ടും. തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടി തേങ്ങാപ്പാൽ ഒഴിക്കുവാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കണം അല്ലേ അച്ഛാ? ഇളക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലോണം ഇളക്കണം. ബീഫിന്റെ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി അല്ലേ? അതെ. ഏറ്റവും നല്ല തേങ്ങാപ്പാലാണല്ലേ? തേങ്ങാപ്പാലാണ് നമ്മൾ വെച്ചെന്നുള്ളതേ ഉള്ളൂ. അതേ ഉള്ളൂ. ബീഫിൻ്റെ കൂടെ ഗ്രേവി ഊറ്റി വെച്ചതാണ്. അത് കുറച്ച് ഒഴിക്കുന്നു. ഇതിൻ്റെ മെയിൻ ഐറ്റം ഇപ്പോൾ ചേർക്കുകയാണ് മസാലക്കൂട്ടാണ്. ചാച്ചാ എന്നാ പിന്നെ നമുക്ക് ഇത് റെഡിയായോ? റെഡിയായി. പച്ചക്കുരുമുളക് അരച്ച ബീഫ് ഫ്രൈ റെഡിയായി. ഇനി നമുക്ക് ഒന്ന് വിളമ്പി നോക്കാം അല്ലേ? നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലേ ചാച്ചാ? നല്ല സ്വയംഭം മണം. ഇത് എന്തിൻ്റെ കൂടെ ചാച്ചാ കഴിക്കാൻ നല്ലത്? ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാം, കപ്പയുടെ കൂടെ കഴിക്കാം, വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പൊറോട്ടയുടെ കൂടെ കഴിക്കാം. എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. അപ്പം ഇന്ന് ചാച്ചനുണ്ടാക്കിയ സ്പെഷ്യൽ പച്ചക്കുരുമുളക് അരച്ച ബീഫ് ഫ്രൈ കഴിക്കാൻ വേണ്ടി ചാച്ചന് തന്നെ ഫ്രണ്ട് തോമസ് ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ തോമസ് ചേട്ടൻ കഴിച്ചിട്ട് അഭിപ്രായം പറയും. തോമസ് ചേട്ടാ റെഡി അല്ലേ? ഒന്ന് കഴിച്ചു നോക്കിയേ. സൂപ്പർ അടിപൊളി. ഒന്നും പറയാനില്ലല്ലേ? ഞാൻ എന്റെ ജീവിതത്തിനിടയ്ക്ക് തോമസ് ചേട്ടൻ പോലെ തന്നെ അല്ലേ ഇത്രയും നല്ലത് ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത്ര നല്ലത് കഴിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിനിടയ്ക്ക് ഞാൻ കഴിച്ചിട്ടുള്ള 1.5 ബീഫ് ഫ്രൈ ആണിത്. പച്ച കുരുമുളക് അരച്ച ബീഫ് ഫ്രൈ. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ കൂട്ട് എല്ലാവരും അല്ലേ അച്ഛാ? എല്ലാവരും പറ്റുമല്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാച്ചനെ വിളിക്കണം. ചാച്ചനോടൊപ്പമുള്ള കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു. അപ്പോൾ കൂടുതൽ പാചക വിശേഷങ്ങൾക്കായി സംസാരം TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബീഫ് ഒന്ന് ഇറക്കിക്കോട്ടെ. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം. ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീധിനി. ഞാനെപ്പോഴും പോസിറ്റീവ്, ഞാനെപ്പോഴും ഹാപ്പിയാണ്. ഞാൻ ഇവിടുന്ന് കുട്ടികളോട് പറയും, ഞാനെപ്പോഴും മൂഡ് ഓഫ് ആയിട്ടിരിക്കണതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. കാരണം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇതാണ്, ഒരു താളാത്മകത എപ്പോഴും ഉണ്ടാവും നമ്മുടെ എന്ത് പ്രവർത്തനങ്ങളിലായാലും. ഓത്തുപള്ളിയിൽ അന്നോ
ഞങ്ങൾക്ക് കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾക്ക് ഒറ്റയ്ക്കൊരു നടത്തം ഒരിക്കലും സാധ്യമല്ല. സമൂഹത്തിൻ്റെയും കൂടെ പിന്തുണയോട് കൂടിയേ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. PG പഠിക്കവേ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ ജീവിതത്തെ സംഗീതം പോലെ മനോഹരമാക്കിയ കഥയാണ് താമരശ്ശേരി തിരുവമ്പാടി സ്വദേശിയായ സജനയുടേത്. കാണാം സജനയുടെ സംഗീത വഴികൾ.